നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാൽടെക്സിലെ പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചുകയറി വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. പെട്രോൾ പമ്പിനും ഇന്ധനം നിറയ്ക്കാനെത്തിയ കാറിനും കേടുപാടുകൾ. അപകടത്തിനിടയാക്കിയത് AR ക്യാമ്പിലെ വാഹനം. ഇന്ന് ഹൃദയ പുനരുജ്ജീവന ദിനം. CPR പരിശീലനം ജനകീയമാക്കണമെന്ന് IMA. കുഴഞ്ഞു വീണുള്ള മരണങ്ങളും അത്യാഹിതങ്ങളും ശാസ്ത്രീയമായി നേരിടാനുള്ള പ്രായോഗിക പരിശീലനം നൽകുകയെന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യമെന്നും IMA. തോട്ടട ബീച്ച് മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. ദിനംപ്രതി കടൽ തീരത്തടിയുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ. അധികൃതരുടെ അനാസ്ഥയിൽ നഷ്ടമാകുന്നത് മനോഹരമായൊരു കടൽ തീരം. വാർത്തകൾ വിശദമായി. നിയന്ത്രണം നഷ്ടപ്പെട്ട പോലീസ് ജീപ്പ് പെട്രോൾ പമ്പിലേക്ക് ഇടിച്ചുകയറി. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തമൊഴിവായത്. ഡിവൈഡറിൽ ഇടിച്ച ശേഷം പമ്പിലേക്ക് കയറിയ ജീപ്പ് ഇന്ധനം നിറയ്ക്കുകയായിരുന്ന കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പെട്രോൾ പമ്പിനും കേടുപാടുകൾ സംഭവിച്ചു. ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട പോലീസ് ജീപ്പ് ഡിവൈഡറിൽ ഇടിച്ച ശേഷം തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഇവിടെ ഇന്ധനം നിറയ്ക്കുകയായിരുന്ന കാറിനെയും ഇടിച്ചു തെറിപ്പിച്ചു. പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്നവർ ഓടി മാറിയതിനാൽ വൻ അപകടം ഒഴിവായി. ഇന്ധന ചോർച്ച ഉണ്ടായിട്ടില്ല. എയർ ക്യാമ്പിലെ പഴകിയ പോലീസ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. ദോഹയിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. 57.5 ലക്ഷം രൂപയുടെ സ്വർണമാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്നത്. 952.5 ഗ്രാം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഉണ്ടായത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി വിമാനത്താവളത്തിൽ തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ സ്വർണം കണ്ടെത്തിയത്. അസിസ്റ്റന്റ് കമ്മീഷണർ EV ശിവരാമന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ട് ഗീതാകുമാരി S, ദീപക് കുമാർ, സുമിത് കുമാർ, ഇൻസ്പെക്ടർമാരായ അനുപമ V, രവി ചന്ദ്ര K, രവി രഞ്ജൻ, ഗിരീഷ് ബാബു, കൃഷ്ണവേണി, ബെന്നി, ശിശിര തുടങ്ങിയവർ ചേർന്നാണ് സ്വർണം പിടികൂടിയത്. ജില്ലാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 17-നകം പൂർത്തിയാക്കുമെന്ന് കണ്ണൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂനിയർ വോളി ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 14 മുതൽ പനങ്ങാട്ടൂരിൽ നടന്നുവരികയാണ്. മിനി വോളി പേരാവൂരിൽ ഒക്ടോബർ 29-നും 19 മുതൽ സബ് ജൂനിയർ വോളി പട്ടാനൂരിലും യൂത്ത് വോളി ഡിസംബർ 15 മുതൽ 17 വരെ മയിലെ വേളത്തും സീനിയർ വോളി ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 3 മുതൽ 7 വരെ വെള്ളച്ചാലിലും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ പ്രാദേശിക കളിക്കാർക്ക് ടൂർണമെന്റുകളിൽ അവസരമൊരുക്കുന്നതിനു വേണ്ടി പ്രാദേശിക ടൂർണമെന്റുകളിൽ ജില്ലയ്ക്കകത്ത് പ്രാദേശിക ടൂർണമെന്റുകളിൽ കളിക്കുമ്പോൾ ആ ടീമിനകത്ത് അതാത് ടീം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള താലൂക്കിനകത്ത് സ്ഥിരതാമസക്കാരായ മിനിമം 4 കളിക്കാർക്ക് അവസരമുണ്ടാക്കണം എന്നത് ഉൾപ്പെടെയുള്ള ഒരു ടൂർണമെന്റ് മാർഗനിർദ്ദേശവും കൂടി ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത് വോളിബോളിൻ്റെ സോണൽ കൺവീനർമാരും ചെയർമാൻമാരും ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റിയുമെല്ലാം വിവിധ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്ത് അംഗീകാരം നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം നമ്മുടെ ജില്ലയിലെ ടൂർണമെൻറ്റുകൾ നടത്താൻ. ജൂനിയർ വോളി ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 14 മുതൽ പനങ്ങാട്ടൂരിൽ നടന്നുവരികയാണ്. മിനി വോളി പേരാവൂരിൽ ഒക്ടോബർ 29 മുതലും 19 മുതൽ സബ് ജൂനിയർ വോളി പട്ടാനൂരിലും യൂത്ത് വോളി ഡിസംബർ 15 മുതൽ 17 വരെ മയിലെ വേളത്തും സീനിയർ വോളി ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 3 മുതൽ 7 വരെ വെള്ളച്ചാലിലും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ടീമുകളുടെ സെലക്ഷൻ ഇതോടൊപ്പം നടക്കും. ശ്രീകണ്ഠാപുരം സോണൽ വിഭജിച്ച് മയിൽ സോണൽ രൂപീകരിച്ചു. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയും അവിഭക്ത ശ്രീകണ്ഠാപുരം സോണലിലെ ബാക്കി പ്രദേശങ്ങളും ഉൾപ്പെടുത്തിയാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്തുക. ടൂർണമെന്റുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ജില്ലാ റഫറീസ് ക്ലിനിക് ഒക്ടോബർ 22-ന് 3 മണിക്ക് സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ M. ബാലകൃഷ്ണൻ മാസ്റ്റർ, തോമസ് ജോസഫ്, ഷൈജു ചാലപ്പുറത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് UDF നിലനിർത്തി. ഭരണസമിതിയിലേക്ക് ഞായറാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 11 പേരും വിജയിച്ചു. അബ്ദുൽ ഖാദർ പുത്തൻ വീട്ടിൽ, അനിൽകുമാർ കിഴക്കേ കണ്ണോത്ത്, രാമചന്ദ്രൻ ഒണ്ടക്കേൻ, വിജിത്ത് ഈരായി, ജയശ്രീ കപ്പക്കടവ്, റീത്ത ആലിങ്കിൽ, സുനിൽകുമാർ കീക്രോടത്ത്, A. ദിനേശൻ എന്നീ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും KV അഷറഫ്, KV രജിഷ എന്നീ ലീഗ് സ്ഥാനാർത്ഥികളും ശശീന്ദ്രൻ കാരിച്ചി എന്ന CPM സ്ഥാനാർത്ഥിയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. CPM-ൽ നിന്നും 10 സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു.
ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാൽടെക്സിലെ പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചുകയറി വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. പെട്രോൾ പമ്പിനും ഇന്ധനം നിറയ്ക്കാനെത്തിയ കാറിനും കേടുപാടുകൾ. അപകടത്തിനിടയാക്കിയത് AR ക്യാമ്പിലെ വാഹനം. ഇന്ന് ഹൃദയ പുനരുജ്ജീവന ദിനം. CPR പരിശീലനം ജനകീയമാക്കണമെന്ന് IMA. കുഴഞ്ഞു വീണുള്ള മരണങ്ങളും അത്യാഹിതങ്ങളും ശാസ്ത്രീയമായി നേരിടാനുള്ള പ്രായോഗിക പരിശീലനം നൽകുകയെന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യമെന്നും IMA. തോട്ടട ബീച്ച് മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. ദിനംപ്രതി കടൽ തീരത്തടിയുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ. അധികൃതരുടെ അനാസ്ഥയിൽ നഷ്ടമാകുന്നത് മനോഹരമായൊരു കടൽ തീരം. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. MO റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കടലും കടൽ സമ്പത്തും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU കടൽ സംരക്ഷണ ശൃംഖല സംഘടിപ്പിച്ചു. ആയിക്കര മാപ്പിള ഹാർബറിൽ നടന്ന പരിപാടി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കടൽ കടലിന്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുക വഴി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് തൊഴിലാളി വിരുദ്ധ നിലപാടുകളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മേഖല കൂടിയാണ് മത്സ്യബന്ധന തൊഴിൽ മേഖലയെന്നും MV ജയരാജൻ പറഞ്ഞു. ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിലാകെ മത്സ്യത്തൊഴിലാളി ശൃംഖല സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് കണ്ണൂർ ആയിക്കര ഹാർബറിൽ നടന്ന ഈ ശൃംഖല. കടലിൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്, അത് കോർപ്പറേറ്റുകൾക്ക് അവകാശപ്പെട്ടതല്ല. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാണ് കടലിലെ മത്സ്യബന്ധനം. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. കടലിൽ അവർ പോയാൽ മത്സ്യം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ വീട്ടിൽ അടുക്കളയിൽ പുകയില്ല, കുടുംബത്തെ പോറ്റാൻ കഴിയില്ല. ചില മാസങ്ങളിൽ മത്സ്യബന്ധനത്തിന് കടലിൽ പോകാൻ വിലക്കുണ്ട്.
NP ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു. K രാജീവൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം KP സഹദേവൻ, ലോക്കൽ സെക്രട്ടറി K ഷഹറാസ്, ഏരിയ സെക്രട്ടറി കാടൻ ബാലകൃഷ്ണൻ, KK അബ്ദുൾ സലാം തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എമർജൻസി ലൈഫ് സപ്പോർട്ട് വിഭാഗത്തിന്റെ UIDRL ഫൗണ്ടറിന്റെയും നേതൃത്വത്തിൽ ലോക ഹൃദയ പുനരുജ്ജീവന ദിനമായ ഒക്ടോബർ 16-ന് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. CPR പരിശീലനം ജനകീയമാക്കിയാലേ ഓരോ ജീവനും രക്ഷിക്കാനാവൂവെന്ന് IMA എമർജൻസി ലൈഫ് സപ്പോർട്ട് കോർഡിനേറ്റർ ഡോക്ടർ സുൽഫിക്കർ അലി പറഞ്ഞു. അതേപോലെ തൊഴിലാളികൾക്ക് പബ്ലിക്കിനൊക്കെ പല സ്ഥലത്തും ക്ലാസുകൾ നടത്തും. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആകെ എന്തുള്ളൂ, ഫീൽഡ് സേഫ്റ്റി പഠിപ്പിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? ഫീൽഡ് സേഫ്റ്റി പഠിപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ എന്താക്കണം, ക്യാഷ് ആൻഡ് സൗണ്ട്, ഇത് രണ്ടും മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യണം, നേരെ കൈക്ക് നേരെ പിടിക്കാം. ഹൃദയ പുനരുജ്ജീവനത്തിന്റെ പ്രധാന ഘടകമായ CPR പരിശീലനം ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂവെന്ന് IMA എമർജൻസി ലൈഫ് സപ്പോർട്ട് കോർഡിനേറ്റർ ഡോക്ടർ സുൽഫിക്കർ അലി അഭിപ്രായപ്പെട്ടു. ലോക ഹൃദയ പുനരുജ്ജീവന ദിനത്തിൽ കണ്ണൂരിൽ സംഘടിപ്പിച്ച CPR പരിശീലനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഴഞ്ഞുവീണ മരണങ്ങളും അത്യാഹിതങ്ങളും അശാസ്ത്രീയമായി നേരിടാനുള്ള പ്രായോഗിക പരിശീലനങ്ങളാണ് ഹൃദയ പുനരുജ്ജീവന ദിനത്തിന്റെ ലക്ഷ്യം. ഇത്തരം അപകടങ്ങളെ ദൃക്സാക്ഷികളാകാൻ സാധ്യതയുള്ള ഓട്ടോറിക്ഷ, ടാക്സി ഡ്രൈവർമാർ, ചുമട്ടുതൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിവർക്കു വേണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ CPR പരിശീലനം നൽകി. പരിശീലനം ലഭിച്ച ഓരോ പൗരനും ഒരു ജീവൻ രക്ഷിക്കാനാവുമെന്ന സന്ദേശമാണ് ഈ വർഷത്തെ ഹാർട്ട് റിവൈവൽ ഡേയുടെ സന്ദേശം. IMA പ്രസിഡന്റ് ഡോക്ടർ നിർമ്മൽ രാജ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ V സുരേഷ്, ഡോക്ടർ രാജ്മോഹൻ വിവിധ കേന്ദ്രങ്ങളിൽ നേതൃത്വം നൽകി. മയിൽ ചേതന ഫിലിം ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ KG ജോർജ് അനുസ്മരണം സംഘടിപ്പിച്ചു. മയിൽ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി എഴുത്തുകാരനും ചലച്ചിത്ര നിരൂപകനുമായ വിജയൻ കൂടാളി അനുസ്മരണ പ്രഭാഷണം നടത്തി. KG ജോർജുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ചീത്തക്കാരി എന്തായിരിക്കാം എന്ന വിവാദമാണ്. അപ്പൊ KG ജോർജ് മരണപ്പെട്ടതിന് ശേഷം കാര്യമായിട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കും. അതിലൊന്ന്, അദ്ദേഹത്തെ ഈ വയോജനങ്ങളെ തള്ളുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തള്ളി, വൃദ്ധസദനത്തിൽ തള്ളി എന്നുള്ളത്. ഇപ്പൊ TV കൊച്ചുബാവയുടെ വൃദ്ധസദനം പോലുള്ള നോവലുകൾ വായിച്ച നമുക്ക് വൃദ്ധസദനം എന്ന് പറയുന്നത് ആളുകളെ ഇങ്ങനെ നോക്കാൻ കഴിയാതെ, അച്ഛനമ്മമാരോട് കാരുണ്യമില്ലാതെ, സ്നേഹമില്ലാതെ കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമാണ് വൃദ്ധസദനം എന്ന് നമ്മൾ ഏതായാലും മലയാളികളുടെ ഒരു ബോധത്തിൽ നിലനിൽക്കുന്നത്. അതിന് യാഥാർത്ഥ്യം ഉണ്ടാവാം, ധാരാളമായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടാകാം, പക്ഷെ എല്ലാം അങ്ങനെയല്ല. KG ജോർജിന്റെ സിനിമകളിലൂടെയും ജീവിതത്തിലൂടെയുമുള്ള യാത്ര മനോഹരമായി ചിത്രീകരിക്കപ്പെട്ട മലയാളം ഡോക്യുമെന്ററി 8.5 ഇന്റർകട്ട്സ് ദ ലൈഫ് ആൻഡ് ഫിലിം ഓഫ് KG ജോർജ് പ്രദർശിപ്പിച്ചു. ആ കാഴ്ച ഏറെ ഭംഗി ഞാൻ സിനിമ കാണാൻ വേണ്ടി വീട്ടിൽ ഈ നല്ല സിനിമ എവിടെ ഉണ്ടെങ്കിലും, അടുത്തുണ്ടെങ്കിലും അകലെ ഉണ്ടെങ്കിലും പോയി കാണാൻ രസമായിട്ട്. അന്ന് തിരുവല്ലായിരുന്നു, എറണാകുളം ഒരു സിനിമ കാണുന്നു. മഹത്തായ സിനിമകൾ പലതുമുണ്ട്. ഞാൻ ഡ്രീം ചെയ്ത തരം സിനിമ എന്നെ സംബന്ധിച്ച് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഞാൻ അന്ന് ഡ്രീം ചെയ്ത കാര്യങ്ങൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളെടുത്ത് വന്നാൽ അതിനുവേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചു, പലരെയും കണ്ടു. ആ എന്നോട് തന്നെ ബാധിച്ചു. MT വാസുദേവൻ നായർ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ കേരളത്തിലെ പ്രഗത്ഭരും പ്രതിഭാശാലികളുമായ ചലച്ചിത്ര പ്രവർത്തകരും എഴുത്തുകാരും KG ജോർജിനെയും അദ്ദേഹത്തിന്റെ സിനിമകളെയും ഡോക്യുമെന്ററിയിൽ വിലയിരുത്തുന്നു. KG ജോർജ് തന്നെ തന്റെ സിനിമാ സങ്കല്പങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ഡോക്യുമെന്ററി അഭിമുഖങ്ങളിലൂടെയും ചരിത്രത്തിലൂടെയുമാണ് വികസിക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവും കലാജീവിതവും സത്യസന്ധമായി ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. KP വിനോദ് കുമാർ, C രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ CDSന്റെ തിരികെ സ്കൂളിന്റെ ഭാഗമായി എടക്കാട് സോണൽ തോട്ടട ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചു. കണ്ണൂർ MLA കടന്നപ്പള്ളി രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരികെ സ്കൂളിലേക്ക് എന്ന ഒരു ശ്രദ്ധേയമായ പരിപാടിയുടെ ഈ കുടുംബശ്രീ സംഗമത്തിൻ്റെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാം പങ്കെടുത്തിട്ടുള്ളത്. നിലവിലുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ ചടങ്ങിൻ്റെ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി സ്നേഹാദരപൂർവ്വം അറിയിക്കട്ടെ.
വർഷങ്ങൾക്ക് മുമ്പ് പടിയിറങ്ങിയ വിദ്യാലയമുറ്റത്തേക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി 46 ലക്ഷം അയൽക്കൂട്ട വനിതകളാണ് വീണ്ടും എത്തുന്നത്. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് ഒക്ടോബർ 1 മുതൽ ഡിസംബർ 10 വരെയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തിരികെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല ക്യാമ്പയിനിന്റെ ഭാഗമായാണ് അയൽക്കൂട്ട വനിതകൾ വീണ്ടും വിദ്യാലയങ്ങളിലേക്ക് എത്തുന്നത്. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്ത്? നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ ഓരോ CDSന് കീഴിലുമുള്ള വിദ്യാലയങ്ങളിലാവും അയൽക്കൂട്ടങ്ങൾ പങ്കെടുക്കുക. അവധി ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന് സംസ്ഥാനത്ത് 2000-ലേറെ സ്കൂളുകൾ അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ സംഘടിപ്പിച്ചതിൽ ഏറ്റവും ബൃഹത്തായ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. വിജ്ഞാന സമ്പാദനത്തിന്റെ ഭാഗമായി 46 ലക്ഷം അയൽക്കൂട്ട വനിതകൾ പഠിതാക്കളായി എത്തുന്നു എന്നതാണ് ക്യാമ്പയിനിന്റെ മുഖ്യ സവിശേഷത. കുടുംബശ്രീ സ്കൂളിൽ വന്നിട്ട് എന്താ കുട്ടീൻ്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. ഇഷ്ടപ്പെട്ട ക്ലാസ്? നല്ല ക്ലാസ്. 5 ക്ലാസ്സും ഇഷ്ടപ്പെട്ടു? 5 ക്ലാസ്സും ഇഷ്ടപ്പെട്ടു. ഓക്കെ. എല്ലാ ക്ലാസ്സും ഇഷ്ടപ്പെട്ടു? എല്ലാ ക്ലാസ്സും ഇഷ്ടപ്പെട്ടു. ഉറപ്പൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ക്ലാസ്, നല്ലോണം പഠിച്ചു. നമ്മൾ കുറേ ഭാഗം കുറേ മനസ്സിലായി. അറിയാത്തതെല്ലാം മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പൊ നല്ല ഒരു സുഖം കിട്ടുന്നുണ്ട്. പറഞ്ഞു കൊടുത്തു. അടുത്ത ആഴ്ച മീറ്റിംഗ് അടിപൊളിയാക്കും. പിന്നെ അടിപൊളിയാക്കും. എല്ലാവരും നല്ല ടീച്ചർമാരെല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടാ? കണ്ണൂർ കോർപ്പറേഷൻ CDSന്റെ തിരികെ സ്കൂളിന്റെ ഭാഗമായി തോട്ടട ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ CDS ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി, വൈസ് ചെയർപേഴ്സൺ VG വിനീത, മറ്റ് CDS അംഗങ്ങൾ, കൌൺസിലർമാരായ മിനി, ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഗ്രാമിക ചാരിറ്റബിൾ ട്രസ്റ്റ് വട്ടക്കുളവും കണ്ണൂർ ക്യാൻസർ കെയർ സൊസൈറ്റിയും സഹകരിച്ച് സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു. ലീഡേഴ്സ് കോളേജിൽ നടന്ന പരിപാടി രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടനത്തിനും പൂർണ്ണമായി സാധിക്കും. അതും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധന നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കാതില്ലായിരുന്നു. പക്ഷേ ഈ രോഗം വളരെ സങ്കീർണമായിരുന്നു. ആ രോഗസങ്കീർണത കണക്കെടുത്തുകൊണ്ട് ചെറുതും വലുതുമായ നിരവധി സംഘാടനം 9 വർഷത്തോളമായി ഗ്രാമിക ട്രസ്റ്റിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് തലശ്ശേരി മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെയും ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും സഹകരണത്തോടെ സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും കൂടാതെ കിടപ്പ് രോഗികൾക്ക് ട്രസ്റ്റ് സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്നും പ്രസിഡന്റ് ശ്രേയ P പറഞ്ഞു. ഡോക്ടർ ഹർഷ ഗംഗാധരൻ ക്യാൻസറിനെക്കുറിച്ചും ബ്രസ്റ്റ് ക്യാൻസറിനെക്കുറിച്ചും സംസാരിച്ചു. കേരളത്തിലെ സ്ത്രീകൾ ഈ രോഗത്തെക്കുറിച്ച് നല്ല അറിവുണ്ടെന്നും എന്നാൽ വളരെ ഭയത്തോടെയാണ് അവർ ബ്രസ്റ്റ് ക്യാൻസറിനെ കാണുന്നതെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ അമ്മമാർക്കും ഇതിനെക്കുറിച്ച് നല്ല അവബോധമുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു മാറ്റം സ്ഥാനത്തിൽ കണ്ടാൽ പോലും ചിലപ്പോൾ ആരോടും പറയാൻ മടിക്കുന്നു. അങ്ങനെ അത് ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ചിലപ്പം ജീവിതം തന്നെ പാഴായി പോകുന്നു. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് വളരെ നേരത്തെ കണ്ടെത്തിക്കൊണ്ട് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ഇന്നും ക്യാൻസർ എന്ന ആ ഒരു വേർഡിനോടുള്ള സ്റ്റിഗ്മ കൊണ്ട്, അല്ലെ, നമ്മുടെ സമൂഹം അതിനെ ഒറ്റപ്പെടുത്തുമോ എന്ന പേടി കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ആളുകൾ ഇത് തുറന്ന് പറയാത്തത്. നമ്മളെ ജില്ലയിൽ, അല്ലെ നമ്മുടെ നാട്ടിൽ തന്നെ വളരെയധികം കേസസ് കൂടി വരുന്നുണ്ട്. പക്ഷേ എത്രയോ കേസ് നമുക്ക് നേരത്തെ കണ്ടെത്തിക്കൊണ്ട് മാറ്റാനും പറ്റാറുണ്ട്.
കൃത്യമായ ഇടപെടലുകളിലൂടെ രോഗനിർണയവും ചികിത്സയും കൊണ്ട് ഈ രോഗത്തെ പ്രതിരോധിക്കാമെന്നും ഡോക്ടർ പറഞ്ഞു. തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ ക്യാൻസർ പൂർണ്ണമായും ഭേദമാക്കാനാവുമെന്ന് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡി കൃഷ്ണനാഥ പൈ പറഞ്ഞു. വൈദ്യശാസ്ത്രത്തിന് പൂർണ്ണമായിട്ടും കീഴ്പ്പെടാത്ത ഒരു രോഗമാണ് ഇന്നും ക്യാൻസർ. ക്യാൻസർ എന്ന് പറയുന്നത് ഒരൊറ്റത്തരം രോഗമല്ല, ഒരു കൂട്ടം രോഗങ്ങളുടെ സങ്കരമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസറിനെ നമുക്ക് വളരെ നേരത്തെയുള്ള അവസ്ഥയിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാൻസറിനെ ഭയക്കേണ്ട ഒരടിസ്ഥാനമില്ല. ക്യാൻസറിനെ നേരത്തെ കണ്ടെത്തി നമുക്ക് 94 വയസ്സുവരെ ആരോഗ്യത്തോടെ ജീവിച്ച സുഹൃത്തുക്കൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അവർ നേരത്തെ രോഗം കണ്ടെത്തി കൃത്യസമയത്ത് ചികിത്സ എടുത്തുകൊണ്ട് പിന്നീട് നല്ല ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളോടുകൂടിയുള്ള ജീവിതം നയിച്ച് 94 വയസ്സുവരെ ജീവിച്ചു എന്ന് പറയുമ്പോൾ ക്യാൻസറിനെ ഭയക്കേണ്ട ഒരാവശ്യമില്ല എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രം നമുക്ക് വേറെ ആവശ്യമില്ല. ഗ്രാമിക ചെയർമാൻ ചന്ദ്രൻ മുള്ളങ്കണ്ടി അധ്യക്ഷത വഹിച്ചു. ക്യാൻസർ കെയർ സൊസൈറ്റി ചെയർമാൻ ശ്രീ കൃഷ്ണനാഥ പൈ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ഹർഷ ഗംഗാധരൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കോർപ്പറേഷൻ കൗൺസിലർമാരായ ബിജോയ് തയ്യിൽ, കെ വി അനിത, ലീഡേഴ്സ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചെറിയാണ്ടി സത്താർ, ലീഡേഴ്സ് കോളേജ് മാനേജർ പി കെ അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. ടി സി പങ്കജാക്ഷൻ, പി ശ്രേയ തുടങ്ങിയവർ സംബന്ധിച്ചു. തോട്ടട ബീച്ച് മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. ദിനംപ്രതി ഇവിടെ കടലേറ്റത്തിൽ എത്തുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ. ഈ ഭവിഷ്യത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് വിനീതൻ ആയാടത്തിൽ. ദിവസവും വിനീതൻ ഇവിടെ എത്തി മാലിന്യങ്ങൾ വൃത്തിയാക്കി മടങ്ങുമെങ്കിലും തുടർ ദിവസങ്ങളിലും ഇവിടെ മാലിന്യങ്ങൾ കുന്നുകൂടുന്ന അവസ്ഥയാണ് കാണാനാവുന്നത്. നിരവധി സഞ്ചാരികൾ എത്തുന്ന തോട്ടട ബീച്ചിന്റെ അവസ്ഥയാണിത്. മാലിന്യങ്ങൾ കുന്നുകൂടിയും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും കാരണം ബീച്ചിലേക്ക് ഇറങ്ങാനാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തോട്ടട പുഴയിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതാണ് ഇത്തരത്തിലൊരു അവസ്ഥയ്ക്ക് കാരണം. പുഴയിലൂടെ അഴിമുഖത്തെത്തുന്ന മാലിന്യം കടൽ തിരികെ തീരത്തെത്തിക്കുന്നത് വലിയ പ്രയാസമാണ് പ്രദേശവാസികൾക്ക് ഉണ്ടാക്കുന്നത്. വിനീതൻ ആയാടത്തിന്റെ നേതൃത്വത്തിൽ ദിവസവും രാവിലെ മാലിന്യം എടുത്തുമാറ്റി ബീച്ച് വൃത്തിയാക്കുമെങ്കിലും തുടർ ദിവസങ്ങളിലും അവസ്ഥ പഴയപടി തന്നെ. നിറയട്ടെ നിറങ്ങൾ, മറയട്ടെ മാലിന്യങ്ങൾ എന്നുള്ള നമ്മുടെ മുദ്രാവാക്യത്തെ പാടെ തകിടം മറിക്കുന്നതാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. ഇതിപ്പോൾ നമ്മോടൊപ്പം വിനീതേട്ടൻ്റെ ഇവിടെ സ്ഥിരമായി ഇവിടെ ഇത് മാലിന്യങ്ങളൊക്കെ പെറുക്കി വൃത്തിയാക്കുന്ന ഒരു വ്യക്തിയാണ്, ഈ സ്വദേശിയാണ്. നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ കാര്യങ്ങളൊക്കെ അറിയാം. വിനേട്ടാ, ഇവിടെ എങ്ങനെയായി മാലിന്യങ്ങളൊക്കെ വന്നു ചേരുന്നത്? മാലിന്യങ്ങൾ വന്നു ചേരുന്നത് നമ്മൾ തന്നെ ജനങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ മഴയിൽ തോടുകൾ ഓടകൾ വഴി കടലിലെത്തും. കടൽ ഇതെടുക്കില്ല, കടൽ തിരിച്ചിങ്ങോട്ട് തന്നെ വിടും. ദിവസങ്ങളോളം ഇവിടെ എത്ര വൃത്തിയാക്കിയാലും ഇതിങ്ങനെ തുടരും. കാരണം നമ്മുടെ ജനങ്ങൾ ഇത് നിർത്തിയില്ലെങ്കിൽ, എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ, ജനങ്ങൾ കൊണ്ടിടുന്ന സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വരുന്നത്. അതായത് കടൽ ഒരു സാധനങ്ങളും പുറത്ത് പ്ലാസ്റ്റിക് പുറന്തള്ളുന്നില്ല. എല്ലാ ചെറിയ പ്ലാസ്റ്റിക്കുകളും നമ്മൾ ഡെയിലി ശേഖരിച്ചിട്ട് വെക്കാറുണ്ട്. ഇന്ന് എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടിയുണ്ട്. സ്ഥിരമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ ഇവരെല്ലാവരും ഇന്ന് കൂടുതലുണ്ട്. കാരണം ഇന്ന് ക്ലീൻ ചെയ്തിട്ട് പോയ ബീച്ചാണ്. ഇന്ന് കടൽ ആദ്യം ഏറ്റിയിട്ടിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ. ഇവിടെ അടുത്തൊരു പുഴയില്ലേ, വെസ്റ്റ് പി സ്കൂളിനടുത്തുള്ള, ആ പുഴ വഴി ധാരാളം വരുന്നുണ്ട്. പുഴ അഴിമുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം വേസ്റ്റുകളാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അഴിമുറിക്കുന്ന സമയത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിനും കൂടുതൽ പ്ലാസ്റ്റിക്കുകളാണ് ഒഴുകി വരിക. ഇത് കടലിലേക്ക് പോകും. കടൽ ഏറ്റ സമയത്ത് ഇത് മേലേക്ക് എടുത്തിടും. രാവിലെ വന്നിട്ട് ഞങ്ങളെടുത്ത് പൊറുക്കി വെക്കും. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യണമെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം സജീവമായി നടപ്പാക്കലാണ് നമ്മൾ ഒറ്റ പോം വഴി. അതായത് കൊണ്ടുചാടുന്ന കൂട്ടർ പിടിക്കുകയും അതിന് വേണ്ടുന്ന പിഴ ചുമത്തുകയും അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ബീച്ചുകളെല്ലാം ടൂറിസം സ്പോട്ടുകളായി മാറിവരുന്ന ഈ കാലത്ത് തോട്ടട പോലുള്ള അതിമനോഹരമായ ഒരു ബീച്ചുള്ള സ്ഥലത്തെ ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളാക്കുന്നതിൽ നാട്ടുകാർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. അധികൃതർ തിരിഞ്ഞു നോക്കാത്തതും സാമൂഹ്യ വിരുദ്ധർക്ക് ബീച്ചിലേക്ക് എത്താൻ വഴിയൊരുക്കുന്നുണ്ട്. കൂടാതെ ഒരു തെരുവ് വിളക്ക് പോലും ഈ സ്ഥലങ്ങളിൽ ഇല്ല എന്നതാണ് മറ്റൊരു പോരായ്മ. ഇത് എല്ലാ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കുമുള്ള മറയായി തീരുന്നുമുണ്ട്. വീണ്ടും ഒരിടവേള കൂടി. അതിനു മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാൽടെക്സിലെ പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചുകയറി വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. പെട്രോൾ പമ്പിനും ഇന്ധനം നിറയ്ക്കാനെത്തിയ കാറിനും കേടുപാടുകൾ. അപകടത്തിനിടയാക്കിയത് AR ക്യാമ്പിലെ വാഹനം.
ഇന്ന് ഹൃദയ പുനരുജ്ജീവന ദിനം. CPR പരിശീലനം ജനകീയമാക്കണമെന്ന് IMA. കുഴഞ്ഞു വീണുള്ള മരണങ്ങളും അത്യാഹിതങ്ങളും ശാസ്ത്രീയമായി നേരിടാനുള്ള പ്രായോഗിക പരിശീലനം നൽകുകയെന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യമെന്നും IMA. തോട്ടട ബീച്ച് മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. ദിനംപ്രതി കടൽ തീരത്തടിയുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ. അധികൃതരുടെ അനാസ്ഥയിൽ നഷ്ടമാകുന്നത് മനോഹരമായൊരു കടൽ തീരം. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. കണ്ണൂരിന് ഇനി സർക്കസ് കാലം. ജെമിനി സർക്കസിന്റെ ഉദ്ഘാടനം കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടന്നു. ഡോക്ടർ B. ശിവദാസൻ MP നാടമുറിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. റഷ്യൻ, താൻസാനിയൻ, എത്തോപ്യൻ കലാകാരന്മാരാൽ വിസ്മയിപ്പിക്കും കാഴ്ചകൾ, വൈവിധ്യങ്ങൾ നിറച്ചാണ് ഇത്തവണ ജെമിനി സർക്കസിന് കണ്ണൂരിൽ തമ്പുണരുന്നത്. ഒക്ടോബർ 15 വൈകുന്നേരം 7 പോലീസ് മൈതാനിയിൽ ആദ്യ പ്രദർശനം തന്നെ വൻ ജനപങ്കാളിത്തം നിറഞ്ഞതായിരുന്നു. മേയർ TO മോഹനൻ ഭദ്രദീപം തെളിയിച്ചു. MLA-മാരായ KV സുമേഷ്, KP മോഹനൻ, KK ശൈലജ, ഡെപ്യൂട്ടി മേയർ K. ഷബീന, സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു എളയാവൂർ, കൗൺസിലർമാരായ VK ഷൈജു, N. ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് വഴക്കത്തിന്റെ, വിസ്മയത്തിന്റെ മാസ്മരിക കാഴ്ചകളുമായാണ് ഇന്ത്യൻ സർക്കസിൽ നൂതന ഇനങ്ങളും അവതരിപ്പിച്ച് ജെമിനി സർക്കസിന്റെ തമ്പുണർന്നത്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമയിലും അവതരണ മികവിലും ഇന്ത്യയിലെ മികച്ച സർക്കസ് എന്ന ബഹുമതി നിലനിർത്തിയാണ് ജെമിനി സർക്കസ് കൂടാരത്തിലെ താരങ്ങളുടെ രംഗപ്രവേശം. MV ശങ്കരനിലൂടെ തുടക്കം കുറിച്ച് ജെമിനി സർക്കസിനെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത് മക്കളായ അജയ് ശങ്കറിന്റെയും അശോക് ശങ്കറിന്റെയും മികച്ച നേതൃത്വത്തിലാണ്. ലോകത്തിലെ പല ദിക്കുകളും കീഴടക്കിയാണ് ജെമിനി സർക്കസിന്റെ ജൈത്രയാത്ര തുടരുന്നത്. കാണികളെ അത്ഭുത പരതന്ത്രരാക്കി ആവേശത്തിലാക്കും അമേരിക്കൻ സ്പേസ് വീൽ, വെയ്റ്റ് ലിഫ്റ്റിംഗ് ആക്ട് എന്നിവയാണ് പ്രധാന ആകർഷണം. അഭ്യാസ പ്രകടനങ്ങൾ ഓരോന്നും കാണികളുടെ നിറഞ്ഞ കയ്യടികൾ നേടിയാണ് പ്രദർശനമായി മുന്നേറുന്നത്. ആഫ്രിക്കൻ സംഗീതത്തിന്റെയും വന്യമൃഗങ്ങളുടെ ഘോര ശബ്ദങ്ങളുടെയും പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ലിംബോ ഡാൻസും ഫയർ ഈറ്റിംഗും, 8 ഇഞ്ച് മാത്രം ഉയരമുള്ള കത്തുന്ന ഇരുമ്പു കമ്പിക്ക് താഴെ അതിസാഹസികമായ വേഗതയിൽ നടത്തുന്ന അഭ്യാസ പ്രകടനം ഫയർ ഡാൻസ്, നാട്ടിനിർത്തിയ പൈപ്പിൽ കൂടി മിന്നൽ വേഗതയിൽ കയറുന്നതും ഇറങ്ങുന്നതുമായ പോൾ അക്രോബാറ്റിക്സ്, അതിവേഗതയിൽ വ്യത്യസ്തമായി നിർമ്മിക്കുന്ന മനുഷ്യ പിരമിഡ്, കൾഹ്യൂമൻ പിരമിഡ്, കുടകൊണ്ടുള്ള അഭ്യാസ പ്രകടനം, കയറിലും റോളിലും നടത്തുന്ന
ജംഗ്ലിംഗ് തുടങ്ങിയ ഇനങ്ങളും കാണികളെ ആകർഷിക്കുകയാണ്. സിംഹം, ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, സീബ്ര, പുലി, മാൻ തുടങ്ങിയ ചലിക്കുന്ന റോബോട്ടിക് മൃഗങ്ങളുടെ കായിക പ്രകടനങ്ങളും ജെമിനി സർക്കസിനെ കൂടുതൽ ആസ്വാദ്യകരമാക്കും. ഇറോളർ ആക്ട്, ലേഡർ അക്രോബാറ്റ്, റഷ്യൻ സ്റ്റാച്യു ആക്ട്, ഡബിൾ റിംഗ് ആക്ട്, ഡബിൾ സാരി ആക്ട്, ജഗ്ലിംഗ് എന്നിവയാണ് പുതിയ ഇനങ്ങൾ. 1 മാസം നീളുന്നതാണ് കണ്ണൂരിലെ പ്രദർശനം. ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 4 മണി, 7 മണി എന്നിങ്ങനെയാണ് പ്രദർശനം. ടിക്കറ്റ് നിരക്ക് 150, 200, 250, 350 എന്നിങ്ങനെയാണ്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മുനീശ്വരൻ കോവിലിൽ നടന്ന പരിപാടി കലക്ടർ ചന്ദ്രശേഖർ IAS ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സംഗീത പരിപാടികളോടെയാണ് ഉദ്ഘാടന കർമ്മം നടന്നത്. ഇന്നു മുതൽ സംഗീത കച്ചേരികളും അരങ്ങേറും. വൈശിഷ്ട്യമാർന്ന 9 ദിവസം 9 രാത്രികളിലും ഒരു പകലുമായിട്ട് നാം ആഘോഷിക്കുന്ന അനേകം വ്രതങ്ങളും വ്യത്യസ്തമായ രീതിയിലുള്ള വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമായ ഉപാസനാ വിധികളിലൂടെയും ഒക്കെ നാം ഭാരതമൊട്ടാകെ പ്രാദേശിക വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നാം ഈ നവരാത്രി ആഘോഷം ആഘോഷിക്കുന്നു. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രതിപദം മുതൽ 9 ദിനരാത്രങ്ങളിലായി ഭാരത ജനത ഭക്തി ആദരപൂർവ്വം അനുഷ്ഠിച്ചു വരുന്ന ദേവീപരമായ സനാതന ധർമാചാരമാണ് നവരാത്രി. വിജ്ഞാനവും ബുദ്ധിവികാസവും ഉന്മേഷവും ക്ഷേമ ഐശ്വര്യങ്ങളും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ദിവ്യവ്രതാനുഷ്ഠാനത്തിന്റെ ലക്ഷ്യം. 9 ദിനരാത്രങ്ങളിലെ ആചരണം കൊണ്ട് പൂർത്തിയാക്കുന്ന ആരാധന 10ാം ദിവസം വിജയദശമി ആഘോഷങ്ങളോടുകൂടി സമാപിക്കും. മുനീശ്വരൻ കോവിലും വിപുലമായ രീതിയിലാണ് നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നവരാത്രി മണ്ഡപത്തിൽ വെച്ചു കഴിഞ്ഞുള്ള കാലങ്ങളെക്കാൾ ആർഭാടപൂർവ്വമായാണ് ഇത്തവണ ആഘോഷിക്കുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. സംഗീത പരിപാടികളും വിദ്യാരംഭം, പൂജാതി കർമ്മങ്ങളും മറ്റും നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടും. 16 മുതൽ 23-ാം തീയതി വരെ സംഗീത കച്ചേരികളും ഒക്ടോബർ 24-ന് വിദ്യാരംഭ കർമ്മവും ആധ്യാത്മിക പ്രഭാഷണത്തോടുകൂടി സമാപനവും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിലിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ജില്ലാ കലക്ടർ S. ചന്ദ്രശേഖർ IAS ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നവരാത്രിയുടെ എല്ലാ ദിവസങ്ങളിലും കനകത്തൂർ മണിപ്പണിക്കർ അവതരിപ്പിക്കുന്ന നാദസ്വര കച്ചേരി ഉണ്ടായിരിക്കും. ഗാനമേള, നൃത്തനൃത്യങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളോടെയാണ് ഇത്തവണ കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിലിൽ നവരാത്രി മഹോത്സവം നടക്കുന്നത്. 1-ാം ദിവസം നട തുറക്കൽ, നാഗപൂജ എന്നിവയും വൈകിട്ട് കരോക്കെ ഗാനമേളയും അരങ്ങേറി. 2-ാം ദിനം ഗാനമേളയും സിനിമാറ്റിക് ഡാൻസും തുടങ്ങി വിവിധ പരിപാടികളും നടക്കും. 4-ാം ദിനം ഡ്രംസ്, ഫ്യൂഷൻ, നൃത്തനൃത്യങ്ങൾ, സുമംഗലി പൂജ തുടങ്ങിയവയാണ് അരങ്ങേറുന്നത്. 5, 6, 7 ദിവസങ്ങളിലായി വിവിധ കലാമത്സരങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ നടക്കും. 10-ാം ദിവസം രാവിലെ ദേവി തിരുനടയിൽ വിദ്യാരംഭ കർമ്മം നടക്കും. കണ്ണൂർ ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ വിദ്യാരംഭ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 12:30-ന് പ്രസാദ സദ്യയും രാത്രി 7 മണിക്ക് രഥഘോഷയാത്രയും നടക്കും. ഘോഷയാത്രയിൽ നാദസ്വര വിദ്വാൻമാരുടെയും പക്കമേളക്കാരുടെയും ഈറ്റില്ലമായ തമിഴ്നാട്ടിലെ മികച്ച കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കരകാട്ടം, കാവടിയാട്ടം, മയിലാട്ടം, ശിങ്കാരിമേളം എന്നീ കലാപരിപാടികളുടെ അകമ്പടിയോടെ വർണ്ണശബളമായ രീതിയിലായിരിക്കും രഥഘോഷയാത്ര സംഘടിപ്പിക്കുക. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നാഗപൂജയും മഹാനവരാത്രി വിശേഷാൽ സർവൈശ്വര്യ പൂജകളും ക്ഷേത്രത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ശ്രീകൃഷ്ണൻ കോവിലിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLAയും ചിത്ര ശശിധരനും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇനി വരുന്ന ദിവസങ്ങളിൽ പൂജകളും പരിപാടികളുമായി നവരാത്രി മഹോത്സവം നടക്കും. 100 വർഷത്തിലേറെ പഴക്കമുള്ള ശ്രീകൃഷ്ണൻ കോവിൽ ഈ പ്രദേശത്തിന്റെ ആദർശങ്ങളുടെ, ഭക്തിയുടെ, സമർപ്പണത്തിന്റെ, ആചാരത്തിന്റെ, അനുഷ്ഠാനത്തിന്റെ ഒരു കർമ്മഭൂമി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം 2023 ഒക്ടോബർ 15 മുതൽ 24 വരെ പൂർവാധികം ഭംഗിയിൽ നടത്താൻ തീരുമാനിച്ച ഭാഗമായിട്ടുള്ള പരിപാടി നമ്മുടെ ജീവിതത്തിന്റെ, അധ്യാത്മിക ജീവിതത്തിന്റെ, വിശ്വാസങ്ങളുടെ ഒരു പ്രതിച്ഛനയായി, പരിസ്പർദ്ധമായി നമ്മുടെ സമൂഹത്തിൽ സൂക്ഷിക്കാൻ ഭക്തജനങ്ങളായ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് CPIM-നെയും ഇടതുപക്ഷ നേതാക്കളെയും വ്യക്തിഹത്യയിലൂടെ വിവാദത്തിലേക്ക് എത്തിക്കുക എന്നതാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് MV ജയരാജൻ. അതിൽ ശൈലജ ടീച്ചർ ഇന്നത്തെ വാർത്ത മാത്രമാണെന്നും നാളെ അത് മറ്റൊരാളാകുമെന്നും MV ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കെ ശൈലജ ടീച്ചറുടെ ഹമാസ് തീവ്രവാദി പരാമർശം ടീച്ചറും പാർട്ടി നേതാക്കളും കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞുവെന്ന് MV ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹമാസ് നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കുന്നില്ലെന്നും എന്നാൽ അതിലേക്ക് എത്തിച്ചത് ഇസ്രയേൽ നടത്തിയ നിരന്തര ആക്രമണമാണെന്നും MV കൂട്ടിച്ചേർത്തു. ഇതിൽ ഏതെങ്കിലും വാക്കോ വാചകമോ മാത്രം എടുത്ത് പരിശോധിക്കേണ്ടതല്ലെന്നും യുദ്ധം വേണ്ട, സമാധാനം മതി, ഇതാണ് എല്ലാത്തിന്റെയും സത്ത എന്നും പാർട്ടി നിലപാട് കൃത്യമായി പറഞ്ഞതാണെന്നും MV ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനെക്കുറിച്ച് ടീച്ചറും പാർട്ടി നേതാക്കന്മാരും പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് വേറെ ഒരു ആശയക്കുഴപ്പമില്ല. എന്നാൽ ഹമാസ് നടത്തിയ ആക്രമണം ന്യായീകരിക്കുന്നില്ല. പക്ഷെ അത്തരമൊരു ആക്രമണത്തിലേക്ക് ഹമാസിനെ എത്തിച്ചത് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ്. അപ്പൊ അതുകൂടി കണ്ടുകൊണ്ടാണ് CPIM തുടക്കത്തിൽ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് ആ നിലപാട് സംബന്ധിച്ച് ഒരു അവ്യക്തത ഈ പാർട്ടിക്കകത്തില്ല. ടീച്ചർ തന്നെ ആ കാര്യം പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു. അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. ഇത് ആക്രമണം പ്രത്യാക്രമണം, ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. അതെ, അതാണ് ഞാൻ പറയുന്നത്. ആക്രമണം പ്രത്യാക്രമണം എന്ന നിലയിൽ വരുമ്പോൾ അതിനെ വിലയിരുത്തുന്ന ഒരു വാക്കോ വാചകമോ എടുത്തിട്ടല്ല നോക്കേണ്ടത്. നമുക്ക് മനുഷ്യന്റെ ജീവൻ അപകടപ്പെട്ടുകൂടാ, യുദ്ധം വേണ്ട, സമാധാനം വേണം. ഇതാണ് അതിന്റെ എല്ലാം സത്ത. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 5510 രൂപ, പവന് 44,080 രൂപ, വെള്ളി 77 രൂപ. കാലാവസ്ഥ. തെക്ക് കിഴക്കൻ അറബിക്കടലിനും കേരള തീരത്തോട് ചേർന്ന് ലക്ഷദ്വീപിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെയോടെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. തുടർന്നുള്ള 48 മണിക്കൂറിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാൽടെക്സിലെ പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചുകയറി വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. പെട്രോൾ പമ്പിനും ഇന്ധനം നിറയ്ക്കാനെത്തിയ കാറിനും കേടുപാടുകൾ. അപകടത്തിനിടയാക്കിയത് AR ക്യാമ്പിലെ വാഹനം. ഇന്ന് ഹൃദയ പുനരുജ്ജീവന ദിനം. CPR പരിശീലനം ജനകീയമാക്കണമെന്ന് IMA. കുഴഞ്ഞു വീണുള്ള മരണങ്ങളും അത്യാഹിതങ്ങളും ശാസ്ത്രീയമായി നേരിടാനുള്ള പ്രായോഗിക പരിശീലനം നൽകുകയെന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യമെന്നും IMA. തോട്ടട ബീച്ച് മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. ദിനംപ്രതി കടൽ തീരത്തടിയുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ. അധികൃതരുടെ അനാസ്ഥയിൽ നഷ്ടമാകുന്നത് മനോഹരമായൊരു കടൽ തീരം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.